ഹലോ, ബിൽഡിയർ കരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ ഇത്രയും കാലം ഈ ഒരു ഇൻട്രോ കാണുമ്പോൾ ആരായിരുന്നു ഈ വോയിസിന്റെ പുറകിൽ എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഒരു ക്വയറി ഉണ്ട്. ഒരുപാട് പേര് ചോദിച്ചിരുന്ന ഒരു സംശയമായിരുന്നു. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിന്റെ അണ്ടറിലും വരുന്ന കമന്റ് ആണ്, മാം ഈ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് JEE എക്സാമിന് പറ്റുമോ, NTPC എക്സാമിന് പറ്റുമോ, ടെക്നീഷ്യൻ എക്സാമിന് പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാൻ എല്ലാ വീഡിയോസിന്റെ ഇൻട്രോയിലും ഇടയിലും ഒക്കെ പറയാറുണ്ട്, ഇതിനുള്ള ആൻസേഴ്സ് പറയുന്നുണ്ടെങ്കിൽ പോലും അത് എല്ലാവരിലേക്കും എത്തി എന്ന് എനിക്ക് തോന്നണില്ല. കാരണം പിന്നെയും ആദ്യമായിട്ട് കാണുന്നവർ പിന്നെയും കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തും. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു എക്സാമിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. നമുക്ക് എല്ലാവർക്കും അറിയാം, TCS ഇപ്പൊ ഒരു പാറ്റേൺ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു പാറ്റേൺ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇയറിൽ നടത്തുന്ന എക്സാംസിലല്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാംസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും റെയിൽവേയുടെ SSCയുടെയും ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കോ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അതിന്റെ ഡിജിറ്റ്സ് മാത്രമാണ് ഡിഫറെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻസ്. അപ്പൊ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് കിട്ടാവുന്നിടത്തോളം RRB SSC എക്സാംസ്, അത് ഏത് പോസ്റ്റ് ആണ് എന്ന് നോക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. നമുക്ക് കിട്ടാവുന്നിടത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോകുന്നതിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പം അത് ഏത് പോസ്റ്റിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ഏത് ബോർഡിന്റെ എക്സാം ആണ് എന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകമായിട്ടും പറയാനുള്ളത് RRB SSC എക്സാംസിന്റെ കേസിലാണ് ഇത് പറയാനുള്ളത്. കാരണം SSC GDയിൽ ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും ഇത്തവണത്തെ ALP എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് RRBയുടെ ALP JEE ഗ്രൂപ്പ് D എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ അതിന്റെ ചെറിയ ചെറിയ ഡിഫറൻസോട് കൂടിയിട്ടാണ് ഇത്തവണ എക്സാംസിന് ചോദിച്ചിട്ടുള്ളത്. മാത്സും റീസണിങ്ങുമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി സയൻസിലേക്കും GKയിലേക്കും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ എക്കണോമിക്സ്, പൊളിറ്റിക്സ്, സ്റ്റാറ്റിക് GK എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം അത് എങ്ങനെയാണ് ഇത്തവണ ചോദിച്ചിരിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അതായത് കറന്റ്ലി നടക്കുന്ന എക്കണോമിക്കിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നിരിക്കുന്നത്, അതുപോലെ സ്റ്റാറ്റിക് GK ഈ വേൾഡിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പുതുതായിട്ട് എന്തൊക്കെ സംഭവിച്ചു, അതുപോലെ പൊളൈറ്റിയിലാണെങ്കിലും എന്തൊക്കെ പുതിയ കാര്യങ്ങൾ എടുത്തു. അങ്ങനെ ഈ 3 സബ്ജക്ട് എക്കണോമിക്സ്, പൊളൈറ്റി, സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന ഈ 3 സബ്ജക്ട് കറണ്ട് അഫയേഴ്സുമായി റിലേറ്റ് ചെയ്തിട്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. മൂവിംഗ് ഓൺ ടു ജനറൽ സയൻസ്. ജനറൽ സയൻസിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറയുന്ന 3 സബ്ജക്റ്റില് നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. RRB ആൻഡ് SSC കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്തു വരുന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഫിസിക്സിലാണെങ്കിൽ ഫിസിക്സിലെ പ്രോബ്ലംസ്, റെസിസ്റ്റൻസ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വർഷങ്ങളായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിൽ ഡിജിറ്റ്സ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അല്ലെങ്കിൽ ചെറിയൊരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2-3 വേരിയബിൾസ് ഉണ്ടാവും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവില്ല, ബാക്കി 2 തന്നിട്ട്. അപ്പൊ ആ ഒരു ചേഞ്ച് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേണിൽ കണ്ടുവരുന്നുള്ളൂ. അപ്പം നമുക്ക് ജനറലി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എങ്ങനെ RRB SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യണം എന്ന് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ളവര്, അത് ഇപ്പം എന്തുകൊണ്ടാണ് ഇത് പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കുണ്ട്. ഇപ്പം ALP എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവര് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്ന ടൈമിൽ ALP എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ NTPC ആണെങ്കിൽ NTPC എന്ന് പറയുന്ന ടോപ്പിക്കിൽ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ എത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു RRBയുടെ ആണെങ്കിൽ JEE, ALP, NTPC, ഗ്രൂപ്പ് D ഇങ്ങനെ വരുന്ന എല്ലാ എക്സാം ക്വസ്റ്റ്യൻസും പ്രിപ്പയർ ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ഏത് ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഫെമിലിയർ ആവുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴായിരിക്കും. അതിന് RRB ആണോ SSC ആണോ എന്ന് നോക്കേണ്ട ആവശ്യം വരണില്ല. നമ്മൾ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇപ്പൊ നമ്മുടെ ചാനലിലാണെങ്കിലും നമ്മൾ ALP ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇനി വരുന്നത് JEEയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ടെക്നീഷ്യന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ വരുന്ന ദിവസങ്ങളിലായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ ഇനി വരുന്ന ഗ്രൂപ്പ് ഡിക്ക് ആണെങ്കിലും NTPC ആണെങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള
ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ആ സെയിം പാറ്റേൺ തന്നെയാണ് ഇനി വരുന്ന എക്സാംസിനും ചോദിക്കുന്നത്. അതിപ്പം നമ്മുടെ ALP വീഡിയോസ് കണ്ടുപോയി ടെക്നീഷ്യൻ എഴുതിയ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാമിന്റെ വീഡിയോസ് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്, അത് നോക്കിപ്പോയപ്പം സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത് എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, RRBയുടെ ഈ വർഷത്തെ പാറ്റേൺ ആണ് ALPയിൽ അവർ സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു പാറ്റേൺ തന്നെയായിരിക്കും ഇനി വരുന്ന NTPCക്കും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിയിലും അവർ ചെയ്യുന്നുണ്ടാവുക എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ALP, JE ഇനി വരുന്ന എക്സാംസിനെല്ലാം തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെയാണ് SSC എക്സാംസിനാണെങ്കിലും ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക TCS നടത്തുന്നത് കൊണ്ട്. അപ്പം ഈ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ SSC എക്സാംസിനും RRB എക്സാംസിനും ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ ഇനിയും അങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.